പോലീസ് സ്റ്റേഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ. തൃശൂർ റേഞ്ച് ഡിഐജി ഹരിശങ്കറാണ് ഉത്തരമേഖല ഐജിക്ക് ശുപാർശ നൽകിയത്. അച്ചടക്ക നടപടി പുനഃപരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, ഇപ്പോഴിതാ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തിരിക്കുകയാണ്. ഇവരെ സസ്പെൻഡ് ചെയ്യാനാണ് ഇപ്പോൾ ശുപാർശ വന്നിരിക്കുന്നത്. എന്താണ് വിശദാംശം? ജയലക്ഷ്മി, കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് നിർണായകമായൊരു വഴിത്തിരിവുണ്ടാവുകയാണ്. ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ CCTV ദൃശ്യങ്ങൾ 2 വർഷത്തിന് ശേഷം പുറത്തു വന്നപ്പോൾ മാത്രം നമ്മളെല്ലാം ഞെട്ടലോടുകൂടി കണ്ട ഒരു ദൃശ്യമാണത്. അങ്ങനെ 13 മിനിറ്റോളം നീളുന്ന ആ വീഡിയോയിലുള്ള ക്രൂരമർദ്ദനത്തിന് പിന്നിൽ പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനുള്ളൊരു ശുപാർശയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. DIG ഹരിശങ്കറാണിപ്പോൾ IGക്ക് ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതിവേഗത്തിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടപടി ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ ലോകം മുഴുവൻ കണ്ടതിന് ശേഷവും ഇപ്പോഴും ആ പോലീസ് ഉദ്യോഗസ്ഥർ സർവീസിൽ തുടരുന്നതിനെതിരെ വലിയ തോതിലുള്ള വിമർശനമാണ് ഉയരുന്നത്. അവർ 4 പേരും ഇപ്പോൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലില്ല. ഈ CCTV ദൃശ്യം നേരത്തെ ഉന്നത ഉദ്യോഗസ്ഥർ കണ്ടിരുന്നു. ആ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക നടപടി എന്നുള്ള നിലയിൽ അവർക്കെതിരെ ചെറിയ നടപടികൾ ഉണ്ടായി. അവരെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. 4 പേരും ഇപ്പോൾ 4 പോലീസ് സ്റ്റേഷനുകളിലാണ് ജോലി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു നടപടി ഉണ്ടായതെന്ന് പറയുമ്പോൾ ആദ്യ നടപടി എന്ന് പറയുന്നത് ഇവരുടെ 2 വർഷത്തെ ഇൻക്രിമെന്റ് കട്ട് ചെയ്യാനുള്ള ഒരു നടപടി. അത്ര ചെറിയൊരു നടപടിയിൽ ഒതുക്കാനുള്ള തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഒരു പ്രാഥമിക നടപടി എന്നുള്ള നിലയിൽ ഇവരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യും. അതിനുശേഷം കൂടുതൽ കടുത്ത നടപടി, സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നത് അടക്കമുള്ള നടപടികൾ ആലോചിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നാണക്കേട് ഉണ്ടാക്കിയ ഒരു വിഷയമാണ്. ജനമൈത്രി പോലീസ് എന്നൊക്കെ പറയുമ്പോൾ പോലും ആ ജനമൈത്രി പോലീസ് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഈ രാജ്യത്തെ നമ്പർ 1 പോലീസ് സംവിധാനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നതാണ്, അഭിമാനത്തോടെ പറയുന്നതാണ്. അങ്ങനെ പിരിച്ചുവിട്ടേക്കുമെന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതിന്റെ വിശദാംശം എന്താണ്? കാരണം ഈ ഒരു അച്ചടക്ക നടപടി പുനഃപരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ടല്ലോ. നിലവിലെ അച്ചടക്ക നടപടി ആ നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അതൊരു ട്രാൻസ്ഫറിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അല്ലെങ്കിൽ 2 വർഷത്തെ ഇൻക്രിമെന്റ് കട്ട് ചെയ്യുക എന്ന പരിഹാസം നിറഞ്ഞ ഒരു നടപടി, അതിനപ്പുറത്തേക്ക് അതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. അത്തരം ഒരു നടപടിയിൽ ഒതുങ്ങി നിൽക്കാൻ കഴിയില്ല. അതിനാൽ തന്നെ ഈ ഉദ്യോഗസ്ഥരെ സർവീസിൽ ഇത്തരം ക്രിമിനലുകളായ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ടിരുന്നാൽ അത് സർവീസിന് നാണക്കേടായിരിക്കും, കേരള പോലീസിന് ആകെ നാണക്കേടായിരിക്കും എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. നിലവിൽ എന്തായാലും പ്രാഥമിക നടപടി എന്നുള്ള നിലയിൽ ഇവരെ സസ്പെൻഡ് ചെയ്യും. അടിയന്തരമായി തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ളൊരു ശുപാർശയാണ് DIGയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ സസ്പെൻഷനൊക്കെ കഴിഞ്ഞ് ഈ പോലീസുകാർ വീണ്ടും സർവീസിലേക്ക് തിരിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും പ്രതിസന്ധിയാകും. മാത്രമല്ല ഈ CCTV